ആക്ച്വലി നിങ്ങൾ സുധീഷിനെ സംബന്ധിച്ച് എനിക്ക് നല്ല നന്ദി പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ കുറെ ഏറെ നാൾ നടക്കുകയും ചെയ്തു. ഇത് നമ്മളിത് നമ്മുടെ നാലാഞ്ചിറ സൈറ്റല്ലേ പറവീസ് സാറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു. നമുക്കിത് കൊടുത്തിട്ട് വരാം പോലെ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി ഞാൻ ഈ സ്റ്റെയർ കേസ് മാറ്റുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു വർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി നിങ്ങൾ സുധീഷിനെ സംബന്ധിച്ച് എനിക്ക് നല്ല നന്ദി പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ കുറെ ഏറെ നാൾ നടക്കുകയും ചെയ്തു. ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വലിയ പിന്നെ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ടൈപ്പ് മേലൊരു ഹാൻഡ് റെയിലും ഇടയ്ക്കൂടെ 3-4 പിന്നെ ലെയറില് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു വലിയ കോസ്റ്റ്ലി അല്ലാത്ത ഒരു ടൈപ്പാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച ഓരോ ഡിസൈൻ ഇങ്ങനെ നോക്കി നിങ്ങൾ തരികയും ചെയ്തു. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ മക്കളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം മക്കളുടെ ഒരു അഭിപ്രായത്തില് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഗ്ലാസും വുഡും ഇടുവാണെന്നുള്ളതാണ് പല നമ്മളെ പുതിയ ഈ കൺസ്ട്രക്ഷനിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് ചിന്തിച്ചത്. അപ്പൊ അത് ഞാൻ സുധീഷിനോട് പറയാം. സുധീഷ് എനിക്ക് അതിനെപ്പറ്റി അതിനുമായി ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്തു. അപ്പൊ ഏകദേശം അത് ചെയ്യാമെന്നുള്ള ഒരു മനസ്സ് വന്ന സ്ഥിതിക്കാണ് അതിന്റെ ഒരു സ്ട്രെങ്തിനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റിയെ പറ്റി നമ്മൾ പിന്നെ ഒന്നുകൂടെ ചിന്തിച്ചത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ് ഇട്ടതിന് ശേഷം ഈ തടി ഇടുമ്പോഴേ അത് നമുക്ക് തറയിൽ ഉറപ്പിക്കുന്നതിന് അത്ര അങ്ങോട്ട് പിന്നെ ബലം വരുമോ എന്നൊരു സംശയം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സുധീഷുമായിട്ട് ഡിസ്കസ് ചെയ്തത് മേളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കുക, അടിയിൽ ഗ്ലാസ് കൊടുക്കുക. അപ്പൊ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് തറയിൽ നല്ലപോലെ ഉറപ്പിക്കുകയും ചെയ്യാം. അതിനിടയ്ക്ക് നല്ല വെൽഡിങ്, ഇപ്പൊ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്ത് നല്ല വെൽഡിങ് കിട്ടുകയും ചെയ്യും. അപ്പൊ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് അത് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റിലെ മേളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഹാൻഡ് റെയിലും ഗ്ലാസിനും അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. സുധീഷും ടീമും ഇവിടെ വന്ന് വളരെ കോപ്പറേറ്റീവായിട്ട് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു. കാരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ഇവൻ എനിക്ക് തോന്നുന്നത് തടിയെക്കാട്ടിലും ഭംഗിയാണ് ഈ ഗ്ലാസ് ഏറ്റവും ടോപ്പിൽ വരികയും ഗ്ലാസ് അത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പൊ അത് ഇത്രത്തോളം നല്ല ഭംഗിയായിട്ട് ചെയ്തു തരാൻ പിന്നെ സുധീഷും ടീമും അത് നല്ല കോപ്പറേറ്റ് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. അതിന് ആക്ച്വലി സുധീഷിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും സുധീഷിനും ടീമിനും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു.